ഇവൻ യേശുവിന്റെ ആളാവും. ഇവനൊരു സുവിശേഷകനായിട്ട് മാറും. ഈ ഭർത്താവ് ആത്മഹത്യ ചെയ്ത് പോണം, എന്നിട്ട് മൂത്തവനെ കൊന്നു കളയണം, ഇവനെയും തകർക്കണം. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. എന്നാ പറ്റി? എക്സാം എഴുതിയിട്ട് ശോഭിക്കുന്നില്ല, പരീക്ഷ എഴുതിയിട്ട് ശോഭിക്കുന്നില്ല, ജോലി ശോഭിക്കുന്നില്ല, കുടുംബത്തിൽ ശോഭിക്കുന്നില്ല, ബിസിനസ്സിൽ ശോഭിക്കുന്നില്ല, ഒന്നിലും ശോഭിക്കുന്നില്ല. പക്ഷെ ദൈവം പറയുക, ഇന്ന് രാത്രി നീ ശോഭിക്കാൻ പോവാ, നിന്റെ കുടുംബം ശോഭിക്കാൻ പോവാ. നീ ശോഭിക്കാൻ പോവാ. കൂടാരുണ്ട്? എന്റെ അമ്മയാരാ? സങ്കട. ഇവനെ കുറിച്ച് കരയാത്ത ഒറ്റ രാത്രിയില്ല. പേര് പറ കുഞ്ഞെ. നീ ഇന്ന് രാത്രി രക്ഷപ്പെടാൻ പോവാ. അവനെ നിന്റെ അകത്ത് ലഹരിയുടെ കൈവശം കിടക്കുക. മാറണ്ടായോ? മാറിയാലോ? ഇന്ന് രാത്രി നീ രക്ഷപ്പെടും. നിനക്ക് എത്ര വയസ്സ്? എനിക്ക് തോന്നുന്നു നമ്മുടെ സൽബ്രദർ അകത്തിരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് മൊത്തത്തിൽ. ഒത്തിരി പ്രാർത്ഥിച്ചു. ഈ അമ്മ പറഞ്ഞ കേട്ടോ, അമ്മ വിശ്വാസത്തോടെ കൊണ്ടുവന്ന ഇന്നത്തെ യോഗത്തിൽ. അമ്മ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചെന്ന അമ്മ എന്നോട് പറയുന്നേ, പരിശുദ്ധാത്മാവെ ആരെ തൊട്ടില്ലേലും എന്റെ മോനെ തൊടണേ. ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾ കൈയടിച്ച് ദൈവത്തിനൊരു ആമീൻ പറയോ? ഞാൻ ഇവനെ എഴുന്നേൽപ്പിക്കാൻ വന്നതല്ല, പക്ഷേ ഇത് ദൈവത്തിന്. ഞാൻ പറഞ്ഞില്ലേ, ഈ കണക്ഷനൊക്കെ ദൈവത്തിൻ്റെതാ. നിങ്ങൾ ആ കൈയൊന്നടിച്ചു ദൈവത്തിനൊരു ആമീൻ പറയാമോ? ഈ 25 വയസ്സുകാരൻ ഇന്ന് രാത്രി മാറാൻ പോവാ. അവന്റെ വീട് ഇന്ന് രാത്രി മാറാൻ പോവാ. അവന്റെ കുടുംബം ഇന്ന് രാത്രി മാറാൻ പോവാ. അവന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതം ഉണ്ടാകാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ആ 2 കരങ്ങളും ഒന്നടിച്ചു ദൈവത്തിന്. പേര് മുക്കുത്തി ഉണ്ടായിരുന്നോ? എപ്പോഴാ ഊരി മുക്കുത്തി? കമ്മലുണ്ടായിരുന്നോ? കമ്മലൂരി. ഇനി ഇടണ്ട. ബീഡിത ഇനി വേണ്ട. ഉള്ളതല്ല, കയ്യിലുണ്ട്. കയ്യല്ല. കൈയടിച്ച് ദൈവത്തിന്റെ സ്തോത്രം പറ. യോഗത്തിന് വരുമ്പം, എലോഹീമിലെ യോഗത്തിന് വരുമ്പോ ഇതൊന്നും കൊണ്ടുവരരുത്. കൊണ്ടുവന്ന് ഞാൻ പൊക്കും. ഇവിടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന സ്ഥലമാണ്. ഇന്ന് രാത്രി ഞാൻ പ്രവചനം പറയുക, ഇവൻ യേശുവിന്റെ ആളാവും. ഇവനൊരു സുവിശേഷകനായിട്ട് മാറും. മോനെ, ഇത് വലിക്കാതെ ഉറങ്ങാൻ പറ്റത്തില്ലേ? ബീഡിയല്ല, മറ്റേത്. ഇനി അത് വേണ്ട, നിർത്തിയാലോ? മിനിങ്ങാന്ന് വലിച്ച സാധനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അമ്മയ്ക്കറിയോ? അറിയില്ല. ഞാൻ കാതി പറഞ്ഞില്ലേ ആ കാര്യം. എത്ര വർഷമായിട്ട് ഇത് വലിക്കുന്നത്? 10ാം ക്ലാസ് തുടങ്ങിയ 10 വർഷമായി. അമ്മയ്ക്ക് മനസ്സിലായോ? കഞ്ചാവ് വലിക്കുന്ന കാര്യമായി പറയുന്നത്. ഞങ്ങൾ നിർത്താൻ പോവാ. ഇന്ന് വീട്ടിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട് തകർത്ത് കളയാൻ ഒരാഭിചാര ദോഷമുണ്ട്. അതിന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇവൻ ശരിക്കും ചത്തുകൊണ്ടിയാ. ഇവന്റെ ചേട്ടനും ചത്തുകൊണ്ടിയാ. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് 3 മരണം ഒന്നിച്ച് വീട്ടിൽ എഴുതിയേക്കുക. ഈ ഭർത്താവ് ആത്മഹത്യ ചെയ്ത് പോണം, എന്നിട്ട് മൂത്തവനെ കൊന്നു കളയണം, ഇവനെയും തകർക്കണം. ഇതാ ഈ മൂത്തവൻ ആക്സിഡന്റ് ഉണ്ടായിട്ട് എത്ര നാളായി? അതിലാര് ജീവിച്ചു? നിങ്ങൾ കേട്ടോ? അവര് 3 പേര് ഒരുമിച്ച് യാത്ര ചെയ്തു. ആ വണ്ടിയിരുന്ന 2 പേരും മരിച്ചു. ഇവരുടെ മകൻ മാത്രം രക്ഷപ്പെട്ടു. നിങ്ങൾ കൈയടിച്ച് ദൈവത്തിന്റെ ഒരു സ്തോത്രം പറ. ഈ അമ്മ ഞാൻ ആദ്യം കാണുക, ഈ മോനെ ആദ്യം കാണുക. കുഞ്ഞെ, ഒരു കാര്യം കൂടെ എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഞാൻ ഈ മൈക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിന്നോട് കാര്യം പറയും. എടാ, നമുക്ക് നിർത്തിയാലോ?
നിൽക്കാമല്ലോ. എൻ്റെ കൂടെ നിൽക്കുമല്ല, നീ നിൽക്കണം. കൊണ്ടുപോയിക്കോട്ടെ, വേണ്ടോ? നിന്റെ കഴുത്തിൽ എന്തുവാടാ ഇത്? കോമ്പസോ? ടാറ്റു അടിച്ച് വേറെ എവിടെയൊക്കെ ഉണ്ട്? മൊത്തം അടിച്ചേക്കുവാ. എടാ, ഈ ടാറ്റു അടിച്ച ക്യാൻസർ വരും. ആ, അതെല്ലാം ഇന്ന് സൗഖ്യമാവും കേട്ടോ. ഇത് വേണ്ട, മുട്ടാടിൻ്റെ താടി പോലെ കൊള്ളത്തില്ല. പഠിക്കണം. ഏതാ പഠിക്കത്തില്ലയോ? ഇത് പഠിച്ച സുന്ദരനാ. ആ, ഇനിയും ബാക്കി ഞാൻ പറയാം. ഇതെന്തോ പാൻ്റെ കാലിൽ എന്തുവാടാ ഇത്? ഇതെന്തോ ഇത്? ചരട് ഒരു കാലം കാലം കൊണ്ട് പൊക്കി വെക്ക്. എടാ, ചരടൊക്കെ ഉരുന്നെടുത്തോ. ആ, അവന് ഉരിയോ? ഇതൊക്കെ പെണ്ണുങ്ങൾ ഇടുന്നില്ലോടെ ചരട്. ഇത് പാൻ്റല്ലയോ? അല്ല, പാൻ്റാ അല്ല, ഞാനിത്ര ഇട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. ആ, പോട്ടെ. ഇതാണ്ട, അറിയാം. അത് പറയണ്ട, അതെനിക്കറിയാം. അത് മാത്രമല്ല, ചെറിയൊരു കാര്യങ്ങളുണ്ട്. ശരിക്കും ഞാൻ എൻ്റെ കൺമുമ്പിൽ, എടാ നീ വിഷമിക്കൊന്നും വേണ്ട. എന്നോട് ദൈവം പറഞ്ഞ, എടാ ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രശ്നമാണ്. ഇന്ന് രാത്രിലത്തെ ആരാധനയിൽ നിന്റെ വീട്ടിൽ നീ ശാപം പൊട്ടും. കുഞ്ഞെ, ഈ കഞ്ചാവും ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും സുഖ യേശുവിന് വേണ്ടി ജീവിക്കുന്നത്. നീ എന്നെ കണ്ടില്ലേ? എൻ്റെ കൂടെ തക്കിടുമുണ്ടും പിള്ളേരെ നീ കണ്ടോ? ഇവന്മാരാരും ലഹരി ഉപയോഗിക്കുന്നില്ല. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, എൻ്റെ ലഹരി യേശുവാ. വേറൊരു ലഹരി എനിക്കില്ല. അതെനിക്ക് വല്ലാത്ത ലഹരിയാ. എടാ, അതൊരു ഭയങ്കര ജീവിത. പഠിക്കാൻ പറ്റിയില്ല അല്ലേ? എവിടം വരെ പഠിച്ചു? +1 വരെ പോയുള്ളൂ, പിന്നെ പോയില്ല. ഈ അമ്മ പറയുന്നത് കേട്ടോ, അമ്മയ്ക്ക് ഈ മോനെയും കൂടെ ഞാൻ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. ഞാൻ കൊണ്ടുപോകും. ഇവനെ നല്ല മിടുക്കനാക്കിക്കൊണ്ട്. എടാ കുഞ്ഞെ, ഇവൻ്റെ അപ്പൻ്റെ പേരെന്തുവാ? സെൽവരാജ്. ഈ കല്യാണം കഴിക്കുമ്പോഴേ ഉണ്ടോ ആ പ്രശ്നം? ഓർക്കുന്നുണ്ടോ അന്ന് ഇറങ്ങി ഓടിപ്പോയൊരു സംഭവം? വീട്ടിൽ വയലൻ്റായിട്ട് പോയൊരു കാര്യം. അദ്ദേഹത്തിന് ഈ മാനസികമായിട്ട് ഈ പ്രശ്നം വരുമ്പോൾ പുള്ളി വയലൻ്റ് ആവും. ഇന്ന് രാത്രി ദൈവം എന്നോട് പറയാ, നിങ്ങളുടെ ഭർത്താവിനെ ദൈവം വിടുവിക്കാൻ പോവാ. നിങ്ങളൊന്ന് കൈയടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളും കൂടെ അല്പനിമിഷം കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേന്നൊന്ന് വിളിച്ചേ. ഇവരും അബ്രഹാമിന്റെ സന്തതി. ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഇവരും അബ്രഹാമിന്റെ സന്തതി. ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് പറയാ, ഈ വീടിന്ന് രാവിലെ രക്ഷപ്പെടാൻ പോവാ. ഈ രാത്രി ഒരു ദൈവത്തിന്റെ പ്രവൃത്തി. ഉടിയാനകൾ പ്രവനഘടക ശബ്ദരാധന. പിടിച്ചോ, പറ. ഇനി കഞ്ചാവെ തൊടത്തില്ല. കഞ്ചാവ് തൊടത്തില്ല. ചുമ്മാ പറയുവാണോ? അല്ല, ഇനി ലഹരി തൊട്ടേക്കരുത്. കുഞ്ഞെ, നിന്റെ അപ്പനെ അങ്ങനെ ആക്കിയ കാര്യം അതിനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, മനസ്സിലായോ? ആ ഒരു സാധനം ഇപ്പോഴും വീട്ടിൽ കിടപ്പുണ്ട്. ശരിക്കും ആ കുഞ്ഞിന് ആ വയസ്സ് വരെ അപ്പന് ഒരു കുഴപ്പമില്ല. ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് തുടങ്ങിയതാ. നീ കേൾക്കുന്നോ? ഇതൊരു എത്ര വർഷം മുമ്പത്തെ സംഭവം ഈ പറയുന്നേ? അപ്പോൾ ഒരു 18 വർഷമായി കുഞ്ഞെ. 18. ഇപ്പോഴും നിങ്ങൾ അവരോട് മിണ്ടത്തില്ലല്ലോ? മിണ്ടില്ല. ആ സാധനം കിടക്കുക. ഇതാണ് കാര്യം. എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ അറിയാവുന്ന അന്ന് അവർ ചെയ്തു വെച്ച എന്നാന്നറിയോ? നിങ്ങളുടെ ഭർത്താവിനെ മാത്രമല്ല, ഈ പിള്ളേരെയും കൂടെ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ മൂത്ത മോന് ഈ അപകടം ഉണ്ടായത്. അപകടത്തിൽ ഈ 2 പേരും മരിച്ച കൂട്ടത്തിൽ അവനും മരിച്ചനെ. 2, ഇവൻ ഇതുപോലെ
ലഹരി ഉപയോഗിച്ച് നശിച്ചു പോകും. നിങ്ങളുടെ വീട് അത് അനാഥമായി പോകും. ഈ പോലീസുകാരൊക്കെ വീട്ടിൽ വരുമോ? ഈ അപ്പനെ കൊണ്ടുപോകാൻ വേണ്ടി വരും. കേൾക്കുന്നോന്നേ, ഇതൊക്കെ കാണുവാ ഞാൻ എൻ്റെ കൺമുമ്പിൽ ഞാൻ ഇങ്ങനെ നിന്ന് കാണുക. ഇത് മാറണ്ടേ? മാറണോ? മാറണം. പേരെ, യേശുവിനല്ലാതെ വേറെ ആർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിന് മാത്രമേ ഈ പ്രശ്നത്തെ അടിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി യേശു ഇത് കൈകാര്യം ചെയ്യാൻ പോവാ. പക്ഷേ ഹൃദയത്തിൽ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. അത്ര നിർണായകമാ കാര്യം. ശരിക്കും ഈ അന്ന് നിനക്ക് എത്ര വയസ്സുണ്ടെന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നത് അന്ന് നടന്നൊരു വഴക്കും ഈ വഴക്ക് ഏറ്റുപിടിക്കുന്നതും അതിൻ്റെ ബാക്കി പത്രമാ. അടിയുണ്ടാക്കി കാര്യങ്ങൾ തീർന്നില്ല. അന്ന് അവര് പറഞ്ഞ നിന്നെ നിന്റെ പിള്ളേരെ ഞാൻ ഉണ്ണിക്കത്തിലിടാം, ഉണ്ടില്ല. അന്നോട്ട് എൻ്റെ അപ്പന് വട്ടായി പോയി. നീ അപ്പനെ പിടിച്ചു കെട്ടി ആശുപത്രി കൊണ്ടുവന്ന് കണ്ടിട്ടില്ലേ? ഉണ്ട്. പോലീസുകാരുടെ സഹായത്തോടെ കൊണ്ടുവന്ന് കണ്ടിട്ടില്ലേ? ഉണ്ട്. ഇന്ന് പ്രാർത്ഥിക്കട്ടെ മാറാൻ. നമ്മൾ പ്രാർത്ഥിച്ചാൽ നിന്റെ അപ്പൻ സുഖാവും. കിടക്കുന്ന സെല്ലിൽ നിന്ന് രാത്രി യേശു ഇറങ്ങിച്ചെല്ലും. കൈയടിച്ചു വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും ഇന്ന് രാത്രി യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും ഇന്ന് രാത്രി ഒന്ന് വിളിച്ചേ. എല്ലാ നാമത്തിനും മേലായ ഒരു നാമമുണ്ട്. That name is Jesus. ഇന്ന് രാത്രി ആ നാമത്തിന്റെ പേരാണ് യേശു. കൈയടിച്ചു വിളിക്കാവുന്ന സകല ആളുകളും ആ നാമത്തെ ഒന്ന് വിളിച്ചേ. എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ അപ്പം കരം നീട്ടി പിടിച്ചു എന്നെ അൻപോടു സ്നേഹിപ്പാ. ഈ വഴക്കുണ്ടായാലും ഒരാൾ മരിച്ചു പോയില്ലേ? ആളുടെ പേരെന്തുവാ? ശരിക്കും കേൾക്കുന്നുണ്ട്. കണക്ഷൻ കണ്ടോ? നീ നിന്റെ അപ്പൻ അങ്ങനെ മരിക്കേണ്ടിയായിരുന്നു. പുള്ളി ആറ്റി വീണ് മരിച്ചിട്ട് എത്ര കാലമായി? 10 വർഷമായി. ഒരു കുടുംബത്തിന്റെ ചരിത്രമായി നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നീ കേൾക്കുന്നോ? ഞാൻ ഇന്ന് രാത്രി ദൂത് പറയുക. നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ആരാധനയ്ക്ക് വരും. ഒരു മാനസിക രോഗവും ഇല്ലാതെ, ഒരു ഭ്രാന്തും ഇല്ലാതെ ഇവിടെ യോഗത്തിന് വരും. നിങ്ങളൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് ഇന്ന് രാത്രി വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും ഈ രാത്രി ആ നാമത്തെ ഒന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ എല്ലാരും കൂടെ കൈ ഒന്നടിച്ച് കാഞ്ഞിരംകുളങ്കാരെ, ഈ രാത്രി യേശു ഇന്ന് രാത്രി കാഞ്ഞിരംകുളത്ത് വന്നിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. എനിക്ക് നിന്നെ അറിയത്തില്ല, എനിക്ക് നിന്നെ അറിയത്തില്ല. നമ്മളെ രണ്ടിനെയും കൂടെ അറിയാവുന്ന ഒരാൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആളിൻ്റെ പേര് യേശു എന്നാ. എനിക്ക് നിന്റെ അപ്പനുമായിട്ട് വഴക്കുണ്ടാക്കിയ കാര്യം അറിയത്തില്ല, അന്ന് ശപിച്ച കാര്യം അറിയത്തില്ല, ഈ പുള്ളി ആറ്റി വീണ് ചത്ത കാര്യം അറിയത്തില്ല, നിന്റെ ചേട്ടന് അപകടം ഉണ്ടായ കാര്യം അറിയത്തില്ല. ഇത് മുഴുവൻ അറിയാവുന്ന ഒരാള് ഇന്ന് രാത്രി കാഞ്ഞിരംകുളത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കൈയടിച്ചു വിളിച്ചേ സഭ, ഒരുമിച്ച് ഇന്ന് രാത്രി ഒന്ന് വിളിച്ചേ. അൽമമന ഘടക ശബ്ദര മോനെ, അന്ന് അവര് ചെയ്തു വെച്ചത് 17 വർഷം മുൻപ് അവര് ചെയ്ത് നിന്റെ കുടുംബം മുടിയാൻ ചെയ്ത എന്തൊക്കെ എടുത്തിട്ടുണ്ട്? എവിടുന്ന് കിട്ടി?
എത്ര എണ്ണം ഉണ്ടായിരുന്നു? നീ കണ്ടോ അതൊക്കെ? ഇല്ല. നിങ്ങൾ കേട്ടോ ഈ സാധനം? ഇതേ നശിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വീട്ടിൽ ചെയ്തു വെച്ചാ നമ്മൾ ഈ ആണി എടുത്തിട്ട് എവിടെ കൊണ്ട് കളഞ്ഞു? നിങ്ങളെ ശരിക്കും നശിക്കാൻ വേണ്ടി ഈ സാധനം ചെയ്ത് വീട്ടിൽ കൊണ്ടുവച്ചാ അന്ന് അപ്പന് ഭ്രാന്തായി. പിന്നെ ചേട്ടൻ ഇങ്ങനെ, എടാ ചേട്ടൻ ജീവിച്ചിരിക്കുന്ന യേശു ഉള്ളോണ്ടാ. അവനെ കാണണം എനിക്ക് കേട്ടോ, അവനെ കൊണ്ടുവരണം. നീ യേശുവിന് വേണ്ടി ജീവിക്കത്തില്ലയോ? ജീവിക്കോ? ചുമ്മാ പറയണോ? ഈ ഓ എന്ന് പറയുന്നത് സത്യമായിട്ട് പറയണോ? എടാ ഈ ജീവിക്കോ? എനിക്ക് ഈ ഓ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ കളിയാക്കുന്ന പോലെ ഇവിടുത്തെ ഒരു ഓ. ശരി, കുഴപ്പമില്ല, നീ ജീവിക്കുമല്ലോ, ഇനിയും കഞ്ച തോടത്തില്ലല്ലോ. ഇല്ല, തൊടില്ല. ഇവൻ യേശുവിൻ്റെ ആളാവും. ഇവൻ എന്നെ പോലെ ബൈബിൾ എടുക്കും, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തും. ആ ശാപമുള്ള വീട്ടിൽ ഞങ്ങൾ വന്ന് പ്രാർത്ഥന നടത്തും. നിങ്ങളുടെ വീട് എവിടാ? പൂവാറ്, നാഗപുരം. അതെവിടാ? സൈബറിനറിയോ? പൂവാറിന് പോകുന്ന വഴിക്കാ. നമുക്കൊരു യോഗം തുടങ്ങാം. നിങ്ങൾ കൈയടിച്ചൊരു സ്വോത്രം പറ. ഈ വീട് രക്ഷപ്പെടുന്നോണ്ട് അവന്റെ പേരെന്തുവാ? ആദ്യമായിട്ടാണോ? അല്ല, നേരത്തെ വന്നിട്ടുണ്ട്. ചില കുഴപ്പമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നെ നോക്ക് മോനെ, പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞത് നീ കേട്ടിട്ടുണ്ട്. ആരാണി കൊണ്ടോ തകട് കൊണ്ടോ എന്നാ ചെയ്താലും അതിനേക്കാൾ വലിപ്പമുള്ള ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആളിന്റെ പേരാ യേശു എന്ന്. ഇന്ന് രാത്രി കാഞ്ഞിരംകുളത്തെ ഈ മീറ്റിങ്ങിൽ ഞാൻ എന്തുവായി കാണുന്ന അറിയോ? നിന്റെ വീട്ടിൽ നീ കെട്ടോ 1, 2, 3 എന്ന് പറഞ്ഞിപ്പോ പൊട്ടിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനെതിരെ കെട്ടിവെച്ച ആധിപത്യങ്ങളും മന്ത്രവാദങ്ങളും ദുർശക്തികളും എല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുക. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് ഈ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന ആളുകള്. പ്രിയരെ, ഇതിനപ്പുറത്ത് മറ്റൊരു ഭാഗ്യമില്ല. ഈ കൊച്ച് ഇതെല്ലാം വേണ്ടെന്ന് പറഞ്ഞ, അവൻ മനസ്സിൽ നിന്ന് പറഞ്ഞ അല്ലേ? മനസ്സിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞല്ലേ? അവരിതെല്ലാം വേണ്ടെന്ന് പറഞ്ഞ ഇവൻ രക്ഷപ്പെടും, ഇവന്റെ ചേട്ടൻ രക്ഷപ്പെടും, ഇവന്റെ അപ്പൻ ഇവിടെ ആരാധനയ്ക്ക് വരും. നിങ്ങളുടെ സ്ഥലത്ത് നമ്മളൊരു യോഗം നടത്തും. ആ നിലകളിൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. നിങ്ങളെ തകർത്തതിന്റെ മുൻപിൽ ഒരു ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ഒന്ന് കൈയടിച്ച്